പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. ഒരാഴ്ച ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്ന ഒരു മണിക്കൂർ സമയമാണ് ഈ 12 മണി മുതൽ 1 മണി വരെ ഞായറാഴ്ച എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആളുകളോട് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നതും എൻ്റെ ചുറ്റും ആരും സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്ന എനിക്ക് തോന്നും. കാരണം ഐ വോണ്ട് ടോക്ക്. എനിക്ക് എപ്പോഴും സംസാരിക്കണം. നമ്മൾ സ്ത്രീകൾ പൊതുവേ അങ്ങനെയാണെന്ന് തോന്നുന്നു, എപ്പോഴും സംസാരിക്കണം. അപ്പോൾ ഇന്ന് എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ കുറേ ആളുകൾ വിളിക്കുന്നു. അവർക്ക് സ്വർണ്ണം കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷിച്ചില്ലെങ്കിൽ ഞാൻ അവരെ സന്തോഷിപ്പിക്കുന്നു. ഒരു ഭയങ്കര എൻ്റർടൈനിങ് ആയ 1 മണിക്കൂറാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറ്റു നോക്കുന്ന 1 മണിക്കൂറാണ്. അപ്പോൾ ആ 1 മണിക്കൂറിലേക്ക് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ധാരാളം സ്വർണ്ണ നാണയങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ലൊരു ഞായറാഴ്ച ആവട്ടെ. ആദ്യത്തെ കോളർ മുതൽ അവസാനം വരെ എല്ലാവർക്കും കൊടുക്കാനൊന്നും സ്വർണ്ണ നാണയങ്ങൾ ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും ഇത് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിച്ചാലോ? യെസ്. അപ്പോൾ യു നോ ദി ഡ്രിൽ. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറൊക്കെ നിങ്ങൾക്കറിയാം. വിളിക്കുക. ഏതെങ്കിലും ഒരു നമ്പർ 11 മുതൽ 70 വരെയുള്ള നമ്പേഴ്സ് ഇവിടെയുണ്ട്. അതിലേതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിനുള്ളിൽ സ്വർണ്ണ നാണയം ഉണ്ടാവും. ഇനി വിളിച്ച് കിട്ടുന്നില്ല എന്ന പരാതിയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ മറ്റൊരു പരിഹാരം കൂടി തരുകയാണ്. നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ സ്വർണം നേടാം. ആഹാ, എന്ത് എളുപ്പം അല്ലേ? ഫോൺ എടുക്കുക. 80860 11443 11443 80860 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്വർണ്ണമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നമ്പർ മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതിൽ 1-2 റൂൾസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 12:45 വരെയാണ് ഞങ്ങൾ വാട്സാപ്പ് മെസ്സേജ് സ്വീകരിക്കുക. 12:45-നും 1 മണിക്കും ഇടയ്ക്കായിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരിൽ നിന്നും ആർക്കാണ് സ്വർണ്ണനാണയം കിട്ടുകയെന്ന് ഞങ്ങൾ പറയുക. ഓക്കെ, സമയം ഓർമ്മയുണ്ടല്ലോ. പിന്നെ 12:45 വരെ വരുന്ന കോളുകളിൽ ഏതെങ്കിലും ഓൾറെഡി ചൂസ് ചെയ്ത നമ്പേഴ്സ് നിങ്ങൾ വാട്സാപ്പിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കോളുകളിൽ വരുന്നവർക്കായിരിക്കും ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. വാട്സാപ്പിലൂടെ വരുന്നത് 12:45 വരെ നോക്കും. അതിനുശേഷം ഞങ്ങൾ ഇതുവരെ കോൾസിൽ ആരും ചൂസ് ചെയ്യാത്ത നമ്പർ നിങ്ങൾ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ സ്വർണ്ണ നാണയം ഉണ്ടെങ്കിൽ ആ നമ്പർ ആരുടെയാണെന്ന് നിങ്ങൾ പറയും. പേരും സ്ഥലവും പറയാൻ മറക്കരുത്. ഈ വാട്സാപ്പ് നമ്പർ 80860 വാട്സാപ്പ് നമ്പർ മാത്രമാണ്. അതിൽ ആരും വിളിക്കരുത്, പ്ലീസ് വിളിക്കരുത്. ഓക്കെ, അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന നമുക്ക് എടുക്കാനും പറ്റില്ല. പിന്നെ വരുന്ന മെസ്സേജ് നമുക്ക് നോക്കാനും പറ്റില്ല. ഓക്കെ, ഡൺ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് നമുക്ക് കടക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വിനോദിനി. എന്തുകൊണ്ട് വിശേഷം വിനോദിനി? വിശേഷമൊന്നുമില്ലേ? എന്ത് കഷ്ടം ഇത്. ഒരു ഞായറാഴ്ചയായിട്ട് ഒരു വിശേഷവും ഇല്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ 2 മക്കൾ. ഇതിലപ്പുറം എന്ത് വിശേഷം വേണം? മക്കളുടെ ക്ലാസ് ഏതൊക്കെ ക്ലാസ്സിൽ അവർ പഠിക്കുന്നത്? മക്കള് 2 കല്യാണം കഴിഞ്ഞു. മോളെ കൊച്ചുണ്ട്. മോടെ കൊച്ചുണ്ടല്ലോ. വീട്ടിലുണ്ടോ അതോ കല്യാണം കഴിച്ച അവർ? കൊച്ചു ഇവിടെ ഉണ്ട്. കൊച്ചു ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ മാറിയെന്ന് വിളിക്കുക. അപ്പൊ നല്ല കാന്താരി മുളക് കുട്ടിയാണല്ലേ? വെറുതെ അല്ല. അപ്പൊ എപ്പോഴും വിശേഷമൊക്കെ ഉണ്ട് അല്ലേ? ശരി. അപ്പൊ എന്തായാലും വിനോദിനി അമ്മ എന്ന് വിളിക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ അമ്മ. പറഞ്ഞോളൂ. നമ്പർ പറയൂ. 43 നമ്മുടെ ഇന്നത്തെ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലെ ആദ്യത്തെ കോളർ പറഞ്ഞിരിക്കുന്നത്. 43 നമ്പറാണ്. അപ്പോൾ അതിൽ സ്വർണം ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 43 ഇരിക്കുന്നു. തുറക്കട്ടെ വിനോദിനി അമ്മ? ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ, സ്വർണം ഇല്ലല്ലോ. സാരില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. ഇതുപോലെ മാറി എന്നങ്ങ് വിളിച്ചാൽ മതി. ഒന്നും പേടിക്കണ്ട കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.
ഓക്കെ, നമ്മളെ വിളിച്ചത് വിനോദിനി അമ്മയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പം ഞാനൊരു അമ്മയാണ്. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ കൊച്ചുമക്കളെ ആയിരിക്കും ഞാൻ സ്നേഹിക്കുക എന്ന്. എൻ്റെ അമ്മ എന്നെ എന്തുമാത്രം വഴക്ക് പറയുന്നുണ്ട്, ഇപ്പോഴും വഴക്ക് പറയും. പക്ഷെ എൻ്റെ കൊച്ചുമോൻ എന്ത് ചെയ്താലും, പക്ഷെ എൻ്റെ മോൻ എന്ത് ചെയ്താലും അമ്മ വഴക്ക് പറയില്ല. അമ്മൂമ്മയുടെ സ്നേഹം അതാണ്. അപ്പം അങ്ങനെ ഒരു അമ്മൂമ്മയാണ് വിനോദിനി അമ്മ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് പ്രസാദ്. പ്രസാദേ, എവിടുന്നാ വിളിക്കുന്നേ? ഇത് കോട്ടയം പാമ്പാടി. ഓക്കെ പ്രസാദ്, നല്ല ഊർജത്തോടെ ആണല്ലോ വിളിക്കുന്നത്, നല്ല എനർജി ആണല്ലോ. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ഗോതമ്പ് ദോശ. ഗോതമ്പിനൊക്കെ ഇത്ര എനർജി ഉണ്ടോ? സത്യം പറ. ഈസ്റ്റ് ഉണ്ടാക്കിയതാ. ഈസ്റ്റ് എന്തോട്ട് ഈസ്റ്റ് ഇട്ടുണ്ടാക്കിയ ഗോതമ്പ് ദോശയോ? അതെ അതെ. ആഹാ, അങ്ങനെ നമ്മൾ ആരും ശ്രമിച്ചു നോക്കി. എഴുന്നേറ്റ് ഒരു 9 മണിക്ക് മുമ്പ് ഇച്ചിരി ഈസ്റ്റ് ഒക്കെ ഇട്ട് ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് 1/2 മണിക്കൂർ വെച്ചാൽ മതി, പൊങ്ങി വരും. അതാണ് ഈ ഊർജത്തിന്റെ ഒരു രഹസ്യം അല്ലേ? ശരി, അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും നോട്ട് ചെയ്തോണം. ഞായറാഴ്ച രാവിലെ എനിക്ക് ആദ്യം കുറച്ച് ഗോതമ്പും കുറച്ച് തേങ്ങയും കുറച്ച് ഈസ്റ്റ് വെച്ച് അടച്ചു വെക്കുക. അത് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം ചുടുമ്പോ പ്രസാദ് സംസാരിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഊർജ്ജമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും. ഓക്കെ പ്രസാദ്, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഈസ്റ്റിന്റെ ഒക്കെ ഒരു ഊർജ്ജം വരട്ടെ നമ്പറിൽ. 32 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രസാദെ സകല ദൈവങ്ങളെ വിളിച്ചോളൂ. ദൈവത്തിലെ വിശ്വാസം ഉണ്ടോ? പിന്നെ വിശ്വാസമുണ്ട്. അപ്പൊ എന്നാ പ്രാർത്ഥിച്ചോ, ശരിക്കും പ്രാർത്ഥിച്ചോ കേട്ടോ. ഓക്കെ, പ്രാർത്ഥിച്ചേക്കാം. 32 തുറക്കാൻ പോവാ. നോക്കിക്കോ. അയ്യോ, ശരിക്കും പ്രാർത്ഥിച്ചില്ലെന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ചോ? പള്ളിയിൽ പോയതാ. സ്വർണ്ണ ഇല്ല പ്രസാദ്. കുഴപ്പമില്ല. സാരില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പ്രസാദ്? വീട്ടില് എനിക്ക് മമ്മിയുണ്ട്. മമ്മി അനീസിയുടെ ഡെലിവറി ആയിട്ട് UK പോയിരിക്കുക. ലണ്ടനിൽ പോയിരിക്കണോ? അത് ശരി. അപ്പൊ ഇപ്പൊ ഇവിടെ പ്രസാദ് ആരുടെ കൂടെ നിൽക്കുന്നത്? പിന്നെ വൈഫുണ്ട്, 2 ആൺമക്കള്. 2 ആൺപിള്ളേർ. ഓ, എനിക്ക് വയ്യ. ആൺപിള്ളേർക്കും ഇതേപോലെ ഈസ്റ്റ് ഒക്കെ കലക്കിയാണോ രാവിലെ കൊടുക്കുന്നേ? അവര് സമ്മർ സ്കൂളിന് പോയി. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്റെ സ്നേഹാന്വേഷണം. ഓക്കെ, ബൈ. വീണ്ടും വിളിക്കാം. ബൈ. എന്താല്ലേ, നല്ല ഊർജ്ജത്തോടെ സംസാരിച്ചപ്പോ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചത്. അപ്പൊ ശരിക്കും അതിന് പിന്നെ ഒരു രഹസ്യം ഉണ്ടെന്നേ. ഞാൻ ഇതുവരെ ഗോതമ്പ് ദോശയിൽ ഈസ്റ്റ് ഇട്ട് കഴിച്ചിട്ടില്ല. ഇനി ഒന്ന് കഴിച്ചു നോക്കണം. ഇപ്പൊ കാണുന്നത് നിങ്ങൾ വെറുതെ ഈസ്റ്റ് ഇടാതെ തന്നെ ഇതാണ് വാചകം. അപ്പൊ ഈസ്റ്റ് കൂടി ഇട്ടാ എന്തായിരിക്കും അവസ്ഥ? ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വീണ. എവിടുന്നാ വിളിക്കുന്നേ? പാറശാല എന്നാണ് അല്ലേ? വീണ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിലെ മക്കളൊക്കെ? 2 പേര്. അവര് എങ്ങനെയാ? കൊച്ചുകുട്ടികളാണോ വലിയ കുട്ടികളാണോ? 9ലും +2ലും. ശരി. നന്നായിട്ടൊക്കെ പഠിച്ചോളൂ. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 44. ഇന്ന് എല്ലാരും 40കളിൽ അങ്ങ് പിടിച്ചിരിക്കുകയാണല്ലോ. 44 സ്വർണ്ണം. നേരത്തെ ഒരാൾ 43 പറഞ്ഞു, 44 പറഞ്ഞു, ഇനി 45, 6. അപ്പൊ 44 ഞാൻ തുറക്കാൻ പോവാ. നോക്കിക്കോ കേട്ടോ. അയ്യോ, അതിലും സ്വർണ്ണം ഇല്ല. ആരെ ഈ നമ്പർ പറഞ്ഞു തന്നെ? അവിടുന്ന് കോഴി കൂകുന്നുണ്ടല്ലോ. ആരാ പറഞ്ഞു തന്നെ നമ്പർ? പറയൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്പർ നമ്മൾ സ്വന്തമായിട്ട് ഒരിക്കലും കണ്ടുപിടിക്കരുത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പോലും ആരുമില്ല. ശരി, അപ്പൊ ശരി, വീണ്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ 43, 44 പറഞ്ഞു. 32 പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3ലും സ്വർണ്ണം ഇല്ല. അപ്പൊ സ്വർണ്ണം ഒക്കെ ബാക്കി എല്ലാത്തിലും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അടുത്ത കോളർ. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് സുജിത്ത് എന്നാണ്. സുജിത്ത്, എവിടുന്നാ വിളിക്കുന്നേ? പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലത്തിനുണ്ട്. തിരുവല്ല? അതെ. ആഹാ, തിരുവല്ലയിൽ എവിടെയാ? പെണ്ണിക്കുളം. ഓ, അതെനിക്കറിയില്ല. എൻ്റെ അമ്മയുടെ ഒക്കെ വീട് തിരുവല്ലയാണ്. അപ്പൊ ഞാൻ തിരുവല്ല ഒക്കെ വന്നിട്ടുണ്ട്. തിരുവല്ല, മണിപ്പുഴ, പിന്നെ അതേപോലെ മറ്റേ പ്രോപ്പർ തിരുവല്ല ബേദനിപ്പള്ളിയൊക്കെ ഇല്ലേ, അതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പം സുജിത്ത് എന്താ ചെയ്യുന്നേ? ഞാൻ ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിനാൻസിലാണ്. ഓക്കെ, ശരി. അപ്പൊ സുജിത്ത് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഫിനാൻസുകാരനല്ലേ, അപ്പൊ നമ്പറുകൾ കൊണ്ട് അമ്മാനും പാടുന്ന ആളല്ലേ. ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 18. എന്താണ് സുജിത്ത് ഈ 18 ഒരു പ്രത്യേകത? എനിക്ക് ഇഷ്ടമുള്ള നമ്പറാണ്. അതെന്താ അങ്ങനെ?
ഒരു നമ്പറൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടും? എനിക്കിപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു നമ്പർ ഒന്നും എനിക്കില്ല. എങ്ങനെയാണ് ഒരു പ്രത്യേക നമ്പറിനോട് ഇഷ്ടം തോന്നുക? ഇത് വിരാട് കോഹ്ലി ഫാനാണ് ഞാൻ. ഓ അങ്ങനെ. ദൈവം എങ്ങനെയൊക്കെയാണ് കണക്ഷൻ പോകുന്നത്? കിങ് കോഹ്ലി അല്ലേ? അതെ അതെ അതെ. ആ ശരി. അപ്പൊ കിങ് കോഹ്ലി അനുഗ്രഹിച്ചാലൊന്നും ഇവിടെ സ്വർണം കിട്ടൂല, ഇവിടെ ദൈവം തന്നെ അനുഗ്രഹിക്കണം കേട്ടോ. അതെ 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 അതെ. അപ്പൊ നമുക്ക് 18 തുറക്കാം. തുറക്കട്ടെ? ഓക്കെ ഓക്കെ. നോക്കിക്കോ. അയ്യോ, കോഹ്ലിയും ഇല്ല ദൈവവും ഇല്ലാത്ത അവസ്ഥയാണല്ലോ. ജ്യോതിയും പോയി, തീയും പോയി. സ്വർണ്ണം ഇല്ല സുജിത്തെ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. സാരില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ. സുജിത്ത് വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്താണ് രസം, കുറെ നേരം കിടന്ന് കഷ്ടപ്പെട്ട് വിളിച്ചിട്ട് സ്വർണ്ണം കിട്ടാത്തതാണോ ഇത്ര ഒരു രസം പറയുന്നുണ്ടാവും. ഓക്കെ, ബട്ട് ദാറ്റ്സ് നോട്ട് ഇറ്റ്. വിളിക്കുക, നമ്മുടെ കുറെ നേരം സംസാരിക്കുക, അത് ജനങ്ങളെല്ലാം കേൾക്കുന്നു അല്ലേ, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മാളുക്കുട്ടി. മാളുക്കുട്ടിയെ, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. എന്ത് രസാണെന്നോ ഈ പേര്. ആർക്കും ദേഷ്യപ്പെടാൻ തോന്നത്തില്ല. മാളുക്കുട്ടി എന്ന് വിളിക്കാൻ ആർക്കും തോന്നത്തില്ല. മാളുക്കുട്ടിയെ എന്ന് വിളിക്കാനല്ലേ തോന്നത്തുള്ളൂ. അതാ പറഞ്ഞ. പിന്നെ വീട്ടിൽ ആരെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ? ഇല്ലല്ല, ആരും ദേഷ്യപ്പെടാ. ഞാൻ ആരോടും ദേഷ്യം, ആരും എന്നോടും ദേഷ്യപ്പെടാറില്ല. അതാണ്, അത് നമ്മുടെ ഗുണം കൊണ്ടൊന്നും അല്ല, പേരിന്റെ ഗുണമാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞതാ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പറയാമോ? വീട്ടില് മോനുണ്ട്, മോളുണ്ട്, പിന്നെ ഭർത്താവില്ല. മുപ്പര് മരിച്ചിട്ട് 2-3 കൊല്ലായി. ഓക്കെ, അപ്പൊ മക്കളൊക്കെ വലിയ കുട്ടികളാ? വലിയ മോളിപ്പോ ജോലി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസില്. മോന് ഇവളെ നിങ്ങളെ അറിയില്ല, ബെഞ്ചിക്കാണ്, ക്യാമറമാനാ. ക്യാമറമാൻ ആണോ? എവിടെ, സിനിമയിലാ? റിപ്പോർട്ടർ ചാനലിലെ ക്യാമറമാനാ. സിനിമയിലാണോ? റിപ്പോർട്ടറില്. ഓ, റിപ്പോർട്ടറിലെ ക്യാമറമാൻ ആണല്ലേ. അപ്പൊ എന്റെ ഭർത്താവിന് ഉറപ്പായിട്ട് അറിയായിരിക്കും. ബെഞ്ചിത്ത് അല്ലേ? ഞാൻ ഇന്ന് രാഹുലിനോട് ചോദിച്ചു, രാഹുലിന് ഉറപ്പായിട്ടും അറിയായിരിക്കും കേട്ടോ. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ചേച്ചി. നമ്പർ ഇവിടെ കറണ്ട് ഇല്ല, മഴ ഇടിയൊക്കെ ആയിട്ട് കറണ്ട്. സാരില്ല, ഞാൻ സഹായിക്കാം. 11 മുതൽ 70 വരെ നമുക്ക് നമ്പർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞോ. പോയതാണെങ്കിൽ ഞാൻ പറയാം. ഒരു 38. കണ്ടോ, അതാ പറഞ്ഞോ. ചേച്ചിക്ക് ഒരു സഹായത്തിന്റെ ആവശ്യമില്ല, ചേച്ചി മിടുക്കിയല്ലേ. 38 ഞാൻ തുറക്കട്ടെ? നോക്കിക്കോളൂ, 38 ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ, അതില് സ്വർണ്ണം ഇല്ലല്ലോ. ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു മുഖം മാത്രമുണ്ട്. സാരില്ല. സ്വർണം കിട്ടുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നോ, അതോ ചുമ്മാ വിളിച്ചു നോക്കിയതാണോ? അല്ല, ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കലുണ്ട്. എനിക്ക് എന്റെ സംസാരിച്ചിട്ടുണ്ടല്ലേ ഇതിനു മുൻപ്? എത്ര പ്രാവശ്യം. അതെ, അതാണ് എനിക്ക് പേര് കേട്ടപ്പോ എനിക്ക് നല്ല പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഞായറാഴ്ച ആവട്ടെ, നല്ലൊരു ആഴ്ച ആയിരിക്കട്ടെ വരാനിരിക്കുന്നത്. ഓക്കെ, ബൈ. ശരി. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് മാളുക്കുട്ടിയാണ്. മാളുക്കുട്ടി പറഞ്ഞ 38 നമ്പറിലാണ്, അതിലും സ്വർണ്ണമില്ല. നമ്മുടെ അടുത്ത കോളറിലേക്ക് നമുക്ക് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അഹമ്മദ് ഇർഫാൻ. ഇർഫാൻ, ടെലിവിഷന്റെ വോളിയം കുറയ്ക്കാതെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ടെലിവിഷന്റെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? കുറച്ചോ? കള്ളം പറയരുത്. ശരി, ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 9ാം ക്ലാസ്സിലാണല്ലേ. എങ്ങനെയുണ്ട്, പഠിക്കാനൊക്കെ മിടുക്കനാണോ അതോ ഇത്തിരി ഉഴപ്പാണോ? കുഴപ്പമില്ല. ഏതാ ഇഷ്ടപ്പെട്ട വിഷയം? മാത്സ്. മിടുക്കനാണല്ലോ. വേറെന്തൊക്കെ കളിക്കും? ഫുട്ബോളോ ചെസ്സോ അങ്ങനെ എന്തെങ്കിലും കളിക്കോ? ഡ്രോയിങ് ഇഷ്ടാണോ? ആഹാ, എന്തൊക്കെയാ വരയ്ക്കുക? എന്തും വരയ്ക്കോ? വളരെ നല്ല കാര്യം. അപ്പൊ ഒരു ദിവസം എന്നെ വരയ്ക്കണം, എന്നിട്ട് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് അയച്ചു തരണം കേട്ടോ. സീരിയസ് ആക്കി എടുക്കില്ല, ഞാൻ വെറുതെ പറഞ്ഞത്. അത്രയൊന്നും ബുദ്ധിമുട്ടണ്ട കേട്ടോ. ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. അഹമ്മദ് ഇർഫാൻ. അഹമ്മദ് അല്ലേ, അത് മുഹമ്മദ്. 40 ആണോ മോനെ പറഞ്ഞേ? 40ന്റെ ഉള്ളിൽ ഈ ചക്കരക്കുട്ടന് ഒരു സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കട്ടെ ആന്റി. 40 ഞാൻ തുറന്നു നോക്കാൻ പോവാ. നോക്കിക്കോളൂ. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നു. ഓ, എന്തൊരു കഷ്ടമായത്. വലിച്ചെറിയാൻ തോന്നുന്നുണ്ട് ഫോൺ ഇല്ലേ?
അത്രയ്ക്കൊന്നും ഇല്ലല്ലേ? ശരി, ഓക്കെ. അപ്പൊ മുനു നന്നായിട്ട് വരയ്ക്കുക, നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. എന്തൊക്കെ പഠിച്ചാലും ഈ എന്താ പറയാ, ഈ വരയ്ക്കുന്ന ആ ഒരു ആഗ്രഹമില്ല, ആ ഒരു ഇഷ്ടം, അതൊരിക്കലും കളയരുത് കേട്ടോ. ശരി, താങ്ക് യു, ബൈ. ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയാമോ, ഈ കൊച്ചു കുട്ടികളൊക്കെ വരച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ. പക്ഷെ പിന്നെ ഒരു 5ാം ക്ലാസ് കഴിയുമ്പോൾ ഇവരുടെ താല്പര്യങ്ങൾ മാറും. പക്ഷേ ഈ മോൻ 9ാം ക്ലാസ്സിലാണ്, എന്നിട്ട് അവന് വരയ്ക്കാൻ ഇഷ്ടം. അപ്പോൾ ദാറ്റ് മീൻസ് അതൊരു സീരിയസ് ആയ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അതൊരിക്കലും നമ്മൾ പഠിത്തം വരുന്നു, ബോർഡ് എക്സാം വരുന്നു, ഇനി നീ ഡ്രോയിങ് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി വെക്കരുത്. ആ ഒരു ഇഷ്ടം സീരിയസ്ലി തന്നെ മുൻപോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് സെലിൻ. സെലിൻ, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ഏറ്റുമാനൂര്. ഏറ്റുമാനൂർ. സെലിൻ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? നേരത്തെ വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. നല്ല ഭാഗ്യമാണല്ലോ സെലിൻ. ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയത് ഇന്നാ. ദൈവമേ, അപ്പൊ ഇന്ന് സ്വർണവും കൂടെ കിട്ടട്ടെ. ഓക്കെ. സെലിൻ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. നമ്പർ പറയാം. പെട്ടെന്ന് വേണം. 42. യു കണ്ടു, ഞാൻ പറഞ്ഞില്ലേ 43, 45, 42 എല്ലാവർക്കും 40 ആണ് ഇന്ന്. ഓക്കെ, അപ്പൊ 42 ഞാൻ തുറക്കാൻ പോവാണേ. സെലിൻ നോക്കിക്കോളൂ. നോക്കിക്കോളൂ. അയ്യോ, ഇതിനകത്ത് സോറി എന്ന് പറഞ്ഞിരിക്കണു. സോറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങക്ക് സ്വർണ്ണല്ലേ വേണ്ടേ? പോട്ടെ, സാരില്ല സെലിൻ, വീണ്ടും വിളിക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യൂ. ബൈ, ടേക്ക് കെയർ. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ച സെലിനാണ്. എന്താ സംഭവിക്കുന്നത്, നമുക്ക് പോത്തി സ്വർണ്ണ മഹളിൽ ധാരാളം സ്വർണ്ണമുണ്ട്. പക്ഷെ ഇവിടെ വിളിച്ച ഒരു കോളിനും ഇതുവരെ സ്വർണ്ണം കിട്ടിയിട്ടില്ല. എല്ലാം കൂടെ കഴിഞ്ഞാണ് ഓർമ്മയില്ല, അടുപ്പിച്ചൊരു 3-4 സ്വർണ്ണം നമുക്ക് പോയി. അതുപോലെ ആവോ എന്നൊന്നും എനിക്കൊരു സംശയമുണ്ട്. അടുത്ത കോളർ. ഹലോ ഹലോ, കനകമാണ് എന്റെ പേര്. കനകം, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. കനകം, എങ്ങനെയാണ് കനകത്തിന് സ്വർണ്ണമൊക്കെ ഇഷ്ടമാണോ? അയ്യോ, ഇഷ്ടമില്ലാന്ന് ആരോ ഉള്ളത്. ശരി, അപ്പൊ നമ്മുടെ പോത്തി സ്വർണ്ണമഹലിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. എവിടുന്ന സ്ഥലം? എവിടെയാ? പൂജപ്പുര. നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തൊട്ടടുത്താണ് പോത്തി സ്വർണ്ണമഹൽ. ഈ സ്വർണ്ണമഹൽ എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു വലിയ മഹൽ, ധാരാളം കേൾക്കാറുണ്ട്. ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ലൊരു വലിയൊരു സംഭവം തന്നെയാണ്. ശരി, ഒപ്പം എന്തായാലും കനകം, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ മോളും മോളുടെ മകളും. ഇത്രയധികം എന്താ പറയാ, പെൺ വിഭാഗം കൂടുതലായി ഉള്ളൊരു കുടുംബത്തിൽ ഇതുവരെ പോത്തി സ്വർണ്ണമഹലിൽ പോയിട്ടില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടം. ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ട്. സ്വർണ്ണമഹൽ എനിക്കൊന്നും അവര് ഈ അടുത്തെന്തോ തുടങ്ങിയതാണ്. ഈ അവരുടെ തുണി എടുക്കാൻ ഇനി പോകുമ്പോൾ വളരെ എളുപ്പമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ സ്വർണ്ണമഹൽ ഉള്ളത്. പോണം കേട്ടോ. ഞാനും അടുത്ത ആഴ്ച ഒന്ന് പോവാനിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ കനകം. 18. അയ്യോ, കനകമല്ല, മോളുടെ മോളും ഒക്കെ ഉണ്ട്. അപ്പം കനകം ചേച്ചിന്ന് വിളിക്കാം ഇപ്പൊ തൽക്കാലം കേട്ടോ. അപ്പൊ 18 ഓൾറെഡി പോയതാണല്ലോ ചേച്ചി. വേറെ നമ്പർ പറയാവോ? എനിക്ക് ഇവിടെ കറണ്ട് ഇല്ല. കുഴപ്പമില്ല, വേറെ നമ്പർ എനിക്ക് അറിയില്ല. 21 അതുണ്ട് കേട്ടോ. 21 നമുക്ക് തുറന്ന് നോക്കാം. 21ന്റെ ഉള്ളിൽ സ്വർണ്ണ ഇല്ലല്ലോ. സാരില്ല ചേച്ചി, വീണ്ടും വിളിക്കണോ കേട്ടോ. ശരി, മോളുടെ മോളോടും ഒക്കെ എന്റെ അന്വേഷണം പറയാ. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കും. എപ്പോഴും വിളിക്കണം ധനലക്ഷ്മിയാണോ? അതെ. ഇത് ആദ്യം പറയണ്ടേ? അപ്പൊ ധനലക്ഷ്മിയോട് ഞങ്ങൾ എല്ലാ ആഴ്ചയും സംസാരിക്കുന്ന ഒരു കൂട്ടുകാരിയെ പോലെയാണ് ധനലക്ഷ്മി. ഓക്കെ, അപ്പൊ താങ്ക് യു അമ്മ, വീണ്ടും വിളിക്കാം. ഓക്കെ, ബൈ. എന്ത് രസമല്ലേ, വിളിക്കുന്ന ആൾക്കാരുടെ കുടുംബക്കാർ വിളിക്കുന്നു. ശരിക്കും വലിയ ഫാമിലി ഷോ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം തന്നെ. അപ്പം ശരി, എന്തായാലും അടുത്ത കോളറിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല,
തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വീണ്ടും സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വിളിച്ച കോളേഴ്സിൽ ആർക്കും തന്നെ സ്വർണം കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. പക്ഷേ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാത്തു വെച്ചിരിക്കുന്ന സ്വർണ്ണം എല്ലാം അതുപോലെ ഉണ്ട്. അപ്പോൾ ഇനി വിളിക്കുന്നവർക്ക് സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോളർ ആഫ്റ്റർ ദി ബ്രേക്ക് ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഗിരിജ. ഗിരിജ, എന്ത് ചെയ്യുന്നു? വീട്ടമ്മ. എവിടുന്നാ വിളിക്കണേ ഗിരിജ ചേച്ചി? വർക്കല. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കാര്യമല്ല ചോദിച്ചേ, പൊതുവെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവാറുണ്ട്? വീട്ടില് 3 മക്കളും ഭർത്താവും. 3 മക്കൾ. അപ്പൊ മക്കളൊക്കെ എവിടെ പോയി ഇന്ന് ഞായറാഴ്ച ആയിട്ട്? മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ട് അവരവരെ വീട്ടിൽ. അങ്ങനെ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പം ചേച്ചി വർക്കലയില് നല്ല സ്ഥലമല്ലേ വർക്കല? നമ്മളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ വരാറുണ്ട്. വർക്കല ക്ലിഫും അവിടെ എവിടെയൊക്കെ, അങ്ങോട്ടൊക്കെ പോവാറുണ്ടോ? അമ്മ അവിടെ പോവാറുണ്ട് അല്ലേ? തൊട്ടടുത്ത് കിടക്കുന്നോണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അല്ലേ? ഇല്ല. ഇല്ല. അപ്പൊ നിങ്ങളൊക്കെ തിരുവനന്തപുരത്തോട്ടായിരിക്കും വരുന്നത്, സൂ കാണാനും മ്യൂസിയം കാണാനും ഒക്കെ ഇങ്ങോട്ട് വരും അല്ലേ? വന്നിട്ടുണ്ടോ തിരുവനന്തപുരത്തോട്ട്? വരും ഇടയ്ക്കൊക്കെ അല്ലേ? ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 53 ആണ് പറഞ്ഞിരിക്കുന്നത്. 53-ൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ, 53-ലും സ്വർണ്ണം ഇല്ല. അപ്പൊ എവിടെയാണ് ഈ സ്വർണം ഞങ്ങൾ വെച്ചിരിക്കുന്നത് എന്നല്ലേ ഇപ്പൊ ഓർക്കുന്നേ? സാരില്ല, കണ്ടോണ്ടിരിക്കും എപ്പിസോഡിൽ. അപ്പൊ അറിയാം നമ്മൾ എവിടെയാണ് സ്വർണം വെച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും വിളിക്കുക ചേച്ചി. ഇതിലൊന്നും നിരാശപ്പെടരുത്, തളരരുത്. നമ്മൾ ഫൈറ്റ് ചെയ്യണം. 3 തവണയായി ഫൈറ്റ് ചെയ്യുന്നു. ശരി, സാരില്ല. നമ്മള് ഹിറ്റ്ലർ സിനിമയിലെ ജഗദീഷ് പറഞ്ഞല്ലേ, ഫൈറ്റ് ചെയ്യണം, മരണം വരെ ഫൈറ്റ് ചെയ്യും എന്ന് പറയല്ലേ, അതുപോലെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ. ഷോ, എനിക്കിതൊക്കെ കേൾക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. 3-4 തവണയായി ഫൈറ്റ് ചെയ്യുന്നു. തളരാതെ ചേച്ചി വീണ്ടും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കോളർ. ഹലോ. ഹലോ, നമസ്കാരം. പെൺകുന്നത്തൊന്ന് സിന്ധു. നമസ്കാരം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം സിന്ധു ചേച്ചി. എപ്പോഴും വിളിക്കുന്ന ആകാശ് എന്ന് പറഞ്ഞ ആള് വിളിക്കുന്നേ. ആകാശിന്റെ അമ്മയാണോ ഇത്? അതെ അതെ. അത് ശരി. ആകാശ് ഇന്നില്ലേ വീട്ടില്? ആകാശ് പാട്ട് പഠിക്കാൻ പോയിരിക്കുന്നു, 1 മണിയാകും വരുമ്പോ. അത് ശരി. ഏതാ, കർണാടക സംഗീതമാണോ? അതെ. അത് ശരി. മോൻ പാടുവോ നന്നായിട്ട്? മോൻ പാടും. മോനോട് വിളിച്ച് ദീപ്തിയോട് പാടിയിട്ടുണ്ട്. ദീപ. അമ്മ പാടുവോ? ദീപ എന്തോ? പാടില്ല. ഓക്കെ, കേൾക്കുന്നവർ പാടുപെടും അല്ലേ? ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ അമ്മ. അല്ല, ആകാശിന്റെ അമ്മ. നമ്പർ 47. 47 ആണ് പറഞ്ഞത്. യോ, എനിക്ക് വയ്യ സിന്ധു ചേച്ചി. ഇന്ന് എല്ലാരും 40കളാണ് കേട്ടോ പറയുന്നത്. ശരി. അപ്പൊ 47. ആദ്യം ഒരാൾ 42 പറഞ്ഞു, അതിലില്ലായിരുന്നു. 43 പറഞ്ഞു, അതിലില്ല. 44 പറഞ്ഞു, അതിലില്ല. 45-ഉം 6-ഉം വിട്ടിട്ട് ചേച്ചി നേരെ 47 പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതില് സ്വർണ്ണം ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. നോക്കുവാണ്. ദൈവമേ, കൺഗ്രാറ്റുലേഷൻ. നവംബർ പിറന്നാളാ. നവംബർ 8-ആണ്. ആകാശും ആദിത്യനും. അതെ, അവർ രണ്ടുപേരും. അവർക്ക് പിറന്നാളിന്റെ അന്ന് തന്നെ സ്വർണ്ണ നാണയം. ഭയങ്കര ഭാഗ്യാട്ടോ ചേച്ചി, ശരിക്കും ഭയങ്കര ഭാഗ്യം തന്നെയാണ്. വലിയ കാര്യം. രണ്ടുപേരും പോയോ പാട്ട് ക്ലാസ്സിന്? ഇല്ല, പിന്നെ ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാളെ പോവുള്ളൂ. ശരി. അപ്പൊ ആകാശ് വരുമ്പം ആകാശ് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം സ്വർണം കൃത്യമായിട്ട് വീട്ടിലെത്തും. ഇവിടുന്ന് വിളിച്ച അഡ്രസ് ഒക്കെ ചോദിച്ചു വീട്ടിലെത്തും കേട്ടോ. താങ്ക് യു സോ മച്ച് ചേച്ചി. ബൈ. ഇതൊക്കെയാണ് സന്തോഷം എന്ന് പറഞ്ഞത്. സന്തോഷം ഇരട്ടിക്കുക എന്നൊക്കെ പറയുന്ന ഇതാണ് കേട്ടോ. സ്വർണം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, കുട്ടികളുടെ ഇരട്ടക്കുട്ടികളാണ്. അവരുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെ ആ സ്വർണം അടിച്ചു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു ഞങ്ങളുടെ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ.
പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാ കുട്ടാ വിളിക്കണേ? പേര് പറയൂ. ഏഞ്ചൽ ആണോ? ഏഞ്ചൽ ആണല്ലേ. ഏഞ്ചൽ കുട്ടി, ടെലിവിഷന്റെ വോള്യൂം കുറയ്ക്കണം. ആന്റി പറയുന്നത് ഫോണിൽ മാത്രം കേട്ടാ മതി, കേട്ടോ? ഓക്കെ. ഏഞ്ചൽ ഏത് ക്ലാസ്സിലാ മോള് പഠിക്കണേ? നിക്ക് ആന്റി പറയാം. ഏതിലാ? 5ാം ക്ലാസ്സിലാണല്ലേ. ഓ, ആന്റി 1ലോ 2ലോ ആണെന്നൊക്കെ വിചാരിച്ചു. നല്ല ശബ്ദമാണല്ലോ. ഒരു പാട്ട് പാടിത്തരൂ ഞങ്ങൾക്ക്. പാട്ട് പാടുവാണോ? പാട്ട് പാടില്ലെന്ന് പറയുവാണോ? ഏഞ്ചൽ പോയോ? എന്താ ഏഞ്ചൽ? പാടണ്ട, നമ്പർ പറഞ്ഞോളൂ. ഏഞ്ചൽ നമ്പർ പറയൂ. 41. എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, ദൈവമേ എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. കരയാൻ പോയതാണോ? പാട്ട് പാടാൻ പറഞ്ഞപ്പോ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു അപ്പുറത്തുനിന്ന്. 41. തുറന്നു നോക്കട്ടെ മോളൂ. നോക്കാൻ പോവാ. 41. അയ്യോ, 41 സ്വർണ്ണം ഇല്ല ഏഞ്ചൽ. ആരാ പറഞ്ഞ? അച്ഛനാണോ പറഞ്ഞ 41 സ്വർണം കാണുന്ന? പിന്നെ ആരാ? ഞാൻ പറഞ്ഞതാ. അയ്യോ, കഷ്ടായല്ലോ. ഇനി ആരെയും ചീത്ത പറയാൻ പറ്റില്ലല്ലോ. സാരില്ല, പോട്ടെ. ഏഞ്ചലൂട്ടി അടുത്ത പ്രാവശ്യം വിളിക്കണം കേട്ടോ. അയ്യോടാ, എന്ത് സ്വീറ്റ് ആട്ടോ. നല്ല സൗണ്ട്. അതാ ഞാൻ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പുറത്തുനിന്ന് അച്ഛൻ അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനായിരിക്കും എന്ന് വിചാരിച്ചു ഈ നമ്പർ പറഞ്ഞു കൊടുത്തത്. ശരി, അപ്പൊ ഏഞ്ചൽ വീണ്ടും വിളിക്കുക. ഇന്ന് എല്ലാവരും 40കളിൽ മാത്രമാണ് ശ്രദ്ധ. ഇങ്ങോട്ടൊന്നും ആരുടെയും ശ്രദ്ധ പോകുന്നില്ല. ഇത് നല്ലതല്ല. ഓക്കെ, അപ്പൊ അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അശ്വതി. അശ്വതി എന്ത് ചെയ്യുന്നു അശ്വതി? ഹൗസ് വൈഫാ. ഓക്കെ അശ്വതി, ടെലിവിഷനിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് നമുക്ക് സംസാരിക്കാം, കേട്ടോ? ഓക്കെ അശ്വതി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ്, മോന്, അമ്മ. ആഹാ, മോൻ ഏത് ക്ലാസ്സിലാ? മോൻ 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ. ശരി. ഓക്കെ. അപ്പം ഞായറാഴ്ച ആയിട്ട് എന്താണ് മോന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയോ? മോന് സ്പെഷ്യൽ ഒന്നുമില്ല. ബിരിയാണി, ചിക്കൻ, മീൻ അല്ലെങ്കിൽ കപ്പ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല? ഒരു കേക്ക് ഒക്കെ ബേക്ക് ചെയ്യണ്ടേ? ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ ഓവനൊക്കെ എടുത്ത് കേക്ക് ഒക്കെ വെച്ചൊന്ന് ബേക്ക് ചെയ്യണം. ഓവന്റെ ഒന്നും ആവശ്യമില്ല, കുക്കറിൽ വെച്ചും ബേക്ക് ചെയ്യാം, കേട്ടോ? ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇന്ന് പറയോ? 17 ആണോ? ശരി, 17ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ, കളിയാക്കി ചിരിക്കുന്ന ഒരു മുഖം കേട്ടോ. അതിന്റെ ഉള്ളില് ഇങ്ങനെ ചിരിക്കുന്നു, ഇങ്ങനെ നിൽക്കുന്ന ഒരു മുഖമാണ്. സ്വർണ്ണം ഇല്ലാന്ന് പറയണേ. സാരില്ല, വീണ്ടും വിളിക്കൂ കേട്ടോ ചേച്ചി. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർ അയച്ചുകൊണ്ടിരിക്കുക. 12:45 വരെ നമുക്ക് സമയമുണ്ട്. വാട്സാപ്പ് നമ്പറിൽ ഒരിക്കലും വിളിക്കരുത്. ഓക്കെ, അതിൽ നമുക്ക് വാട്സാപ്പിന് വേണ്ടി മാത്രമുള്ള നമ്പറാണ് 8086011443. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ പേരും നിങ്ങളുടെ സ്ഥലവും നിർബന്ധമായിട്ടും അയക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് കോൾ വിളിക്കുന്ന ആൾക്കാരാണല്ലോ കൃത്യമായിട്ട് നിങ്ങളുടെ നമ്പർ പറയാം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ച് വിളിച്ച് അഡ്രസ്സൊക്കെ ചോദിക്കാൻ പറ്റൂ. പിന്നീട് വിളിച്ച് സ്വർണ്ണം കിട്ടിയില്ല, അഡ്രസ്സ് വിളിച്ചില്ല എന്ന് പരാതി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്പർ കറക്റ്റായിട്ട് പറയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കേട്ടോ? ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, പേര് ബെറ്റീന. ബെറ്റിന. ബെറ്റി, എവിടുന്നാ വിളിക്കുന്നത് ബെറ്റി? കോട്ടയത്ത് എന്നാ ഉണ്ട് ബെറ്റി വിശേഷം? മഴയൊക്കെ ഉണ്ടോ അതോ ചൂടാണോ? നല്ല സൂപ്പർ മഴ. നല്ല സൂപ്പർ മഴ, നല്ല രസമല്ലേ? പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് തിരുവനന്തപുരത്ത്. അങ്ങനെ സൂപ്പർ മഴ എന്നൊന്നും പറയാനൊന്നുമില്ല. വല്ലപ്പോഴും ഒരു മഴ ഇങ്ങനെ വന്ന് ഹായ് പറഞ്ഞിട്ട് എങ്ങനെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. ബെറ്റി എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഹൗസ് വൈഫാ. ഓക്കെ, മക്കളൊക്കെ? 2 കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ ഞായറാഴ്ചയായിട്ട് പിള്ളേരുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. എല്ലാരും ഇങ്ങനെ വരട്ടി ഇരുത്തിയിരിക്കുകയാണോ? വേദപാഠത്തിന് പോയി. എവിടെ പോയിരിക്കുക? സൺഡേ സ്കൂളിന്. ഓ, 2 പേര് സൺഡേ സ്കൂളിന് പോകുന്ന സമയമാണ് ബെറ്റിക്ക് ഇത്തിരി സമാധാനം കിട്ടുന്നത്, അല്ലേ? അവർക്ക് സൺഡേ സ്കൂളിൽ സമാധാനം കിട്ടുന്നു, ബെറ്റിക്ക് വീട്ടിൽ സമാധാനം കിട്ടുന്നു. നല്ല സമയം, അല്ലേ? ഓക്കെ, അപ്പൊ ബെറ്റി ഇഷ്ടപ്പെട്ട നമ്പർ പറയും. 63.
63 ബെറ്റി പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഇന്ന് 60കളിൽ ഒരു നമ്പർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 63. ശരി, 63 സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബെറ്റി നോക്കട്ടെ. ഓക്കെ, 63 ഞാൻ തുറക്കാൻ പോവാണ്. ബെറ്റി നോക്കിക്കോളൂ. അയ്യോ, അതില് സ്വർണ്ണം ഇല്ല ബെറ്റി. സാരില്ല. ഇപ്പൊ ബെറ്റിയുടെ ആരുണ്ട് വീട്ടിലപ്പം? മക്കൾ രണ്ടുപേരും ഇല്ല, ഒറ്റയ്ക്കാണോ അപ്പോ? ഇല്ല, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാ. ഇതിൽ നിരാശപ്പെടരുത്. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. ഓക്കെ ബെറ്റി? ഓക്കെ, ബൈ, ടേക്ക് കെയർ. അപ്പം നമ്മളെ വിളിച്ചത് ബെറ്റിയാണ്. ബെറ്റി 63 നമ്പർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ 60കളിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. ആരും 60കളിൽ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ 63 എടുത്ത്. അതിൽ സ്വർണ്ണം ഇല്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സുജാത. എവിടുന്നാ വിളിക്കണേ? പാലക്കാട് നിന്നാണ് വിളിക്കണേ. ഓക്കെ, എന്തൊക്കെയുണ്ട് പാലക്കാട് വിശേഷം? നല്ല മഴ. അവിടേക്ക് നല്ല മഴയല്ലേ? അതെ. ഇവിടെ മാത്രം അങ്ങനെ മഴയില്ല, നല്ല ചൂടുമാണ് തിരുവനന്തപുരത്ത്. അവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാണ്ടായിരിക്കും. ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണോ? ആയിരിക്കും. അതെന്താ, ഇവിടെ അനന്ത പത്മനാഭൻ ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകം ഇവിടെ മഴ വരാതിരിക്കാൻ. മഴ ഒരുപാട് മഴ പെയ്താലും പ്രശ്നമല്ല ഇവിടെ. എന്നാലും ഒരു ഇത്തിരിയൊക്കെ വേണ്ടേ ചേച്ചി? ഇത് ഒട്ടുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പെയ്യും അങ്ങ് പോവും. നമ്മളൊക്കെ ഇങ്ങനെ കൊതിക്കുകയാണ്. അതെ, താങ്ക് യു. അപ്പം ആരൊക്കെയുണ്ട് വീട്ടില്? എന്ത് ചെയ്യുന്നു ഒക്കെ പറഞ്ഞ വിശേഷമൊക്കെ പറഞ്ഞു. മോള് എന്ത് ചെയ്യുന്നേ? ഡിഗ്രിക്ക് കഴിഞ്ഞു. ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കാ? കഴിഞ്ഞു. PG ചെയ്യുന്നു. മിടുക്കി. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 29 പറഞ്ഞിരിക്കുന്നത്. ഈ തീയതിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ഡേറ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ നമ്പറിന് വെറുതെ. ശരി, അപ്പൊ 29 ഞാൻ തുറക്കാൻ പോവാ. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇനി അഥവാ സ്വർണ്ണം ഇല്ലെങ്കിലും നമ്മള് ശ്രദ്ധിച്ച് തന്നെ കാണണമല്ലോ ഇല്ല എന്നുള്ളത്. 29ന്റെ ഉള്ളിൽ അയ്യോ സ്വർണ്ണം ഇല്ല. സാരില്ല. യോ, നിരാശപ്പെടല്ലേ. എനിക്ക് വീണ്ടും വിളിക്കപ്പോ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ആകെ ഒരു സ്വർണ്ണമാണ് ഇതുവരെ പോയിട്ടുള്ളത്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ. പറയൂ, പേര് പറയൂ. ബൈജു. എവിടുന്നാ വിളിക്കുന്നേ? ബൈജു, അവിടെ എന്താ പിടിവലി നടക്കുവാണോ ഫോണില്? അല്ല, ഭയങ്കര ബഹളം കേൾക്കുന്നു. ടിവിയിലാണ് ശ്രദ്ധിക്കുന്നത്. മഴയുണ്ടല്ലേ? അപ്പൊ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. വീട്ടിലാരൊക്കെ ഉണ്ട്? അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ എന്താണ് ഇനി ഞായറാഴ്ച ആയിട്ട് വൈഫിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബൈജു ആണോ കുക്കിംഗ് ഒക്കെ അടുക്കളയില്? വൈഫ് തന്നെ. ഞായറാഴ്ച ഒരു ഒഴിവ് കൊടുത്തൂടെ? ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഭാര്യ അടുക്കള കയറിയിട്ടില്ല? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് ബൈജു. അപ്പൊ അതങ്ങ് പറഞ്ഞാ പോരെ. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, മഴയായിരുന്നു, എന്തൊക്കെയാണ്. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ബൈജു. 55 അല്ലെ? ബൈജു, ഞാൻ ഇതൊക്കെ വെറുതെ പറയുന്ന കേട്ടോ, ഒന്ന് സീരിയസ് ആക്കി എടുക്കല്ലേ കേട്ടോ. ശരി, 55 തുറന്ന് നോക്കട്ടെ ബൈജു. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സോറി, ഞാനല്ലേ പറയണ്ടേ. ഇതിലൊരു സ്വർണം കിട്ടിയിരുന്നെങ്കിൽ അത് ഭാര്യക്ക് കൊടുത്തെങ്കിൽ നമുക്കൊന്ന് സമാധാനിപ്പിക്കായിരുന്നു, സന്തോഷിപ്പിക്കായിരുന്നു അല്ലേ? അതും നടന്നില്ല. സാരല്ലേ, അടുത്ത ആഴ്ച വീണ്ടും വിളിക്കോ ബൈജു? ഭാര്യയുടെ പേരൊന്ന് പറയാമോ? രജനി. ഹായ് രജനി. ഇടയ്ക്കൊക്കെ അടുക്കളയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഭർത്താവിനോട് കയറി ഒന്ന് സഹായിക്കാൻ പറഞ്ഞ, പാത്രമെങ്കിലും കഴുകി വെക്കാൻ പറയണം കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ ബൈജു, ബൈ, ടേക്ക് കെയർ. ഓക്കെ. ദൈവമേ, ഞാൻ കുടുംബകലഹം ഉണ്ടാക്കും എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത കോളർ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? നമസ്കാരം, എന്റെ പേര് രാഗം. എന്താ പേര്? രാഗം. ഹായ്, നല്ല പേര്. ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല രാഗം എന്ന് പറയുന്നൊരു പേര്. രാഗം. ശരി, രാഗം. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഹസ്ബൻഡ്, മോള്, അമ്മ, അച്ഛൻ എല്ലാരും ഉണ്ട്. മോളുടെ പേരെന്താ?
ഗൗരി. ഞാൻ വിചാരിച്ചു ലയംന്നോ താളംന്നോ വല്ലതുമായിരിക്കും എന്ന് വിചാരിച്ചു. എങ്ങനെയാ രാഗം? പാട്ട് പാടുവോ? ഇല്ലില്ല, പാടില്ല. പാട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല, സംഗീതമായിട്ട് ഒരു ബന്ധവുമില്ല? ഇല്ല. രാഗത്തിന്റെ അമ്മയോ അച്ഛനോ പാട്ട് പാടുമായിരുന്നോ? ഇല്ല. അവരും പാടില്ല. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു പേര് വന്നത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അവര് വെറുതെ ഇട്ടതാ. വെറുതെ ഇട്ടാ. നല്ല പേര് കേട്ടോ, ഒരിക്കലും മറക്കില്ല. ഇനി രാഗം എന്നെ എന്ന് വിളിച്ചാലും എനിക്ക് ഓർമ്മയുണ്ടാവും വിളിച്ചിട്ടുണ്ട് എന്ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 11. 11 നമ്മുടെ ആദ്യത്തെ നമ്പറാണ്. അതിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. രാഗം നോക്കിക്കോളൂ. 11 ഞാൻ തുറക്കാൻ പോവാണ്. രാഗം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അയ്യോ, അത്ര ശ്രദ്ധിക്കണ്ട കേട്ടോ, സ്വർണ്ണം ഇല്ല. സോറി രാഗം. ഓക്കെ, താങ്ക് യു സോ മച്ച്. രാഗം വീണ്ടും വിളിക്കണം. ഓക്കെ, ബൈ. നല്ല കോളർ, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കുറച്ച് സീരിയസ് ആണ്, അധികം സംസാരിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ നല്ല പേര് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ലക്ഷ്മിപ്രിയ. എന്ത് പ്രിയ? ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ. എവിടുന്നാ വിളിക്കുന്നേ? നേമം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് നമ്മുടെ സിറ്റിയിലോട്ടൊക്കെ വരാറുണ്ടോ നേമത്ത് നിന്ന്? വരും വരും. ഞായറാഴ്ചക്ക് യാത്ര ചെയ്ത് വന്ന് വരാറുണ്ടോ? അങ്ങനെ എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ട്. അതന്നെ. പിള്ളേരൊക്കെ ഉണ്ടോ വീട്ടില്? ഇല്ല 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 ഇല്ല. ഓക്കെ, ശരി. അപ്പം അയ്യോ, പേരൊന്നും ലക്ഷ്മിപ്രിയ അല്ലെ? ലക്ഷ്മിപ്രിയ. ഓക്കെ, ലക്ഷ്മിപ്രിയ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 16. 16ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടാവോ ലക്ഷ്മിപ്രിയ? നമുക്ക് നോക്കാം. ഞാൻ തുറന്നു നോക്കാൻ പോവാ, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. 16ന്റെ ഉള്ളിൽ. അയ്യോ സോറി ലക്ഷ്മിപ്രിയ, സ്വർണം ഇല്ലല്ലോ. സാരില്ല. ലക്ഷ്മി വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ. ലക്ഷ്മിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യാനാ ഇഷ്ടം? പാട്ട് കേൾക്കും. പാട്ട് കേൾക്കും. ഓക്കെ, ശരി. ഓക്കെ ലക്ഷ്മി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത പ്രാവശ്യം വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ലക്ഷ്മി പ്രിയ ആണ്. നേമത്ത് നിന്നാണ് വിളിച്ചത്. ലക്ഷ്മിക്കും സ്വർണം കിട്ടിയിട്ടില്ല. നമ്മുടെ അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. ജോയ്. ജോയ്. KP ജോയ്. ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം. ജോയ് ഫുൾ ഓഫ് ജോയ് ആണല്ലോ, ഭയങ്കര ഹാപ്പി ആയിട്ട്. ഐ ആം എൻജോയിങ് ഇതൊക്കെ അല്ലേ? ഓക്കെ ജോയ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എവിടുന്നാ വിളിക്കുന്നേ പറഞ്ഞേ? തൃശ്ശൂർ ടൗണിൽ നിന്നാണ് അല്ലേ? എങ്ങനെയാ, നമ്മുടെ ശോഭ സിറ്റിയുടെ ഒക്കെ അടുത്താണോ? മിഷൻ ഹോസ്പിറ്റലിലേക്ക് അടുത്താണ് അല്ലേ? ഓക്കെ സർ, എന്താ ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും വൈഫും മാത്രം. മക്കളൊക്കെ? മക്കളൊക്കെ ഔട്ട്. ഓക്കെ, ഔട്ട് ആണ്. 2 married, 1 employed outside. ഓ, 2 married, 1 employed outside. ഇപ്പൊ എല്ലാരും ഗെറ്റ് ഔട്ട് ഹൗസ് ആണ് അല്ലേ? Not get out, left one purpose. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സാർ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. My number is 23. My number is 23. ശരി, അപ്പൊ നമുക്ക് 23 തുറന്നു നോക്കാം. ജോയ് സർ. ഓക്കെ. വൈഫ് ഉണ്ടോ അടുത്ത് തന്നെ? വൈഫ് ഉണ്ട്. ഓക്കെ, വൈഫിന്റെ പേര്? ആലീസ്. ട്രീസ. Yes, open. ഓക്കെ, ഓപ്പൺ ചെയ്യാണ്. 23 അയ്യോ, 23 സ്വർണ്ണം ഇല്ലല്ലോ സർ. ജോയ് Okay, I got a chance to talk. Exactly. That is so happy, sir. Thank you so much. Even I'm very happy to talk to you. Okay. Thank you so much, sir. Take care. എന്ത് ഡിഫറെന്റ് അല്ലേ? ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ സന്തോഷമായിട്ട് സംസാരിച്ച് സ്വർണ്ണം ഇല്ലാന്ന് കാണുമ്പോൾ ഈ ജോയ് ഒക്കെ മൊത്തം ട്രാജഡി ആയി മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ഹി ഈസ് എ വെരി ഹാപ്പി ഗോ ലക്കി പേഴ്സൺ. വളരെ പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിട്ട്, സ്വഭാവത്തിന് ചേരുന്ന പേരാണ് ജോയ്. ഓക്കെ സർ, അപ്പൊ വീണ്ടും വിളിക്കാം. നമ്മുടെ അടുത്ത കോളർ. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അൻസു മേരി വർഗീസ്. അൻസു മേരി വർഗീസ്. എവിടെന്നാ വിളിക്കുന്നേ? ചെങ്ങന്നൂരാണോ? ശരി. അൻസു, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 59. ഓക്കെ അൻസു, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പം? ഒരു സഹോദരൻ, അമ്മ. അമ്മയും സഹോദരനും ഇങ്ങനെ ടെലിവിഷന്റെ മുൻപിൽ ഉറ്റു നോക്കിയിരിക്കുകയാണ് അല്ലെ? ഇപ്പം സ്വർണവും കൊണ്ട് വരുന്ന അൻസു അല്ലെ? ശരി, അവരെ നിരാശപ്പെടുത്തേണ്ടി വരുമോ? നമുക്ക് നോക്കാം. 59ന്റെ ഉള്ളിൽ. അയ്യോ, അവരെ നിരാശപ്പെടുത്തേണ്ടി വരും. ഇന്ന് സ്വർണം ഇല്ല കേട്ടോ. സാരില്ല അൻസു, സാരില്ല. അവർക്ക് ഇന്ന് ഞായറാഴ്ച അല്ലേ? വേറെ എന്തെങ്കിലും പുറത്തു പോലെ മിഠായി വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ മതി, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് അൻസു. വീണ്ടും വിളിക്കോ. ബൈ.
ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് അൻസു ആണ്. അൻസു പറഞ്ഞ നമ്പർ ഒന്നുകൂടെ ഒന്ന് പറയാമോ? എനിക്കിത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉള്ളിൽ. 59 പറഞ്ഞത്. 59 സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 59 ഞാൻ ഒന്ന് മറച്ചു വെക്കാൻ നോക്കട്ടെ. ഇത് വെച്ച് മറന്നു. ഓക്കെ, അപ്പോൾ അൻസു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് ലക്ഷ്മി. ലക്ഷ്മി, എവിടെന്നാ വിളിക്കുന്നേ? ഞങ്ങള് ബാലരാമപുരം പുന്നക്കാടെന്ന് പറയുന്ന സ്ഥലം. എനിക്കറിയാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ലക്ഷ്മി? വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടില് മോനുണ്ട്, ഞാനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഒരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പനുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങനെ ടിവിയുടെ മുമ്പിലാണോ ഇപ്പോ? അതെ, ഞാനും മോനും ടി വി കണ്ടോണ്ടിരുന്നു. ഓക്കെ, മോൻ എങ്ങനെയാ? ഏത് ക്ലാസ്സിലാ? അതോ മുതിർന്ന മോനാണോ? മോൻ ഇത് 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മോന്റെ പേര് പറയൂ. മോന്റെ പേര് ശ്രീജനൻ. ശ്രീജനൻ, നൈസ് നെയിം. ഓക്കെ, അപ്പൊ ശ്രീജനൻ ഒരു ബിഗ് ഹായ് ഞങ്ങളുടെ ഒക്കെ വക. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ലക്ഷ്മി എന്നല്ലേ പറഞ്ഞ പേര്? ലക്ഷ്മി. ലക്ഷ്മി നമ്പർ പറഞ്ഞോളൂ. 65. 65. ഓക്കെ, 65 ശ്രീജനൻ പറഞ്ഞ നമ്പർ ആണോ? അല്ല, അവൻ മോൻ കുറെ നേരം ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞത് മോനാണ്. അടിപൊളി. അപ്പൊ വിളിച്ചു കിട്ടി അല്ലെ? അപ്പൊ 65 ഞാൻ തുറന്നു നോക്കാൻ പോവാ. നോക്കിക്കോളൂ. അയ്യോ, 65 സ്വർണ്ണം ഇല്ല. അയ്യോ, സാരില്ല. അതെ ലക്ഷ്മി, നമ്മുടെ ശ്രീജനനെ എന്താ വീട്ടിൽ വിളിക്കാറ്? ശ്രീജന്റെ വീട്ടില് പേരൊന്നും ഇട്ടില്ല. നമ്മള് വളരെ ബുദ്ധിമുട്ടല്ലേ? ശ്രീജന എന്ന് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ശ്രീ എന്ന് വിളിക്കാം. ശ്രീ നല്ല പേരാണ്. ശ്രീ കുട്ട എന്നൊക്കെ വിളിക്കാം അല്ലെ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കാം. ബൈ. ശരി. ഓക്കെ, നമ്മളെ വിളിച്ച ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് സ്വർണം കിട്ടിയിട്ടില്ല. ഇന്ന് ഒരേ ഒരാൾക്ക് മാത്രമേ സ്വർണം കിട്ടിയിട്ടുള്ളൂ. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സലീനയാണ്. എന്താ പേര്? സലീന. സലീന അല്ലേ? അതെ, സലീന പറവൂർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? തുറവൂർ. ഓക്കെ, ശരി. സലീന എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് ആണ്. ഇന്ന് വിളിക്കുന്ന എല്ലാ ലേഡീസും ഹൗസ് വൈഫ്സ് ആണല്ലോ. ശരി. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടില് ഹസ്ബൻഡിന്റെ ഉമ്മ, 2 പിള്ളേര്. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 19 പറഞ്ഞിരിക്കുന്നത്. 19 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പേര് സലീന എന്നല്ലേ പറഞ്ഞ പേര്? അതെ, സലീന. ഓക്കെ, അപ്പൊ സലീന 19 സ്വർണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും സലീന? അതും കൂടെ ഒന്ന് കേൾക്കട്ടെ. എന്റെ മോക്ക് കൊടുക്കും ഞാന്. കൊടുക്കും. മോൾക്ക് എത്ര വയസ്സായി? മോക്ക് 11 വയസ്സ്. 11 വയസ്സായി. മോളുടെ പേരിൽ അതങ്ങിടും അല്ലേ? അതെ. നല്ല കാര്യം. ഓക്കെ, അപ്പൊ 19 സ്വർണ്ണം ഉണ്ടോ നമുക്ക് ആദ്യം നോക്കാം. വെറുതെ മനക്കോട്ട കെട്ടണ്ടല്ലോ. ശരി, 19 ദൈവമേ, മനക്കോട്ട കെട്ടിക്കോളൂ. സ്വർണ്ണം അടിച്ചു. കൺഗ്രാറ്റുലേഷൻസ് സലീന. ഓ, എനിക്ക് എന്ത് ചിരിയത്! എന്തൊരു ചിരിയാണ്. ഇതാണ് നമ്മുടെ സ്വർണ്ണവർഷത്തിലെ മൊമെന്റ്സ് എന്ന് പറയുന്നത്, ഇത്തരം ചിരികൾ. ശരിക്കും സലീന, മോള് എവിടെ? അടുത്തുണ്ടോ മോള്? മോള് ഇങ്ങനെ തുള്ളിച്ചാടുവാണോ സന്തോഷം കൊണ്ട്? ഭയങ്കര സന്തോഷം. പിന്നെ വിളിച്ചു കിട്ടുക എന്നുള്ളത് ആദ്യത്തെ കടമ്പ. വിളിച്ചു കിട്ടിയിട്ട് പിന്നെ സ്വർണം കിട്ടുക എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്തെ കടമ്പ. ശരിക്കും വലിയ കാര്യം തന്നെയാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അടിച്ചു പൊളിക്കുക. ഇവിടുന്ന് ഞങ്ങൾ കോൾ വിളിക്കും. അപ്പൊ നമ്മുടെ അഡ്രസ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക. സ്വർണ്ണം അങ്ങ് എത്തും. ഓക്കെ, ബൈ. ടേക്ക് കെയർ. എന്ത് സന്തോഷമല്ലേ. ചിലരുണ്ട് നമ്മൾ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞാലും ഓക്കെ. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിക്കും സ്വർണം കിട്ടിയെന്നാണോ കിട്ടിയില്ല എന്നാണോ ഞാൻ പറഞ്ഞത്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരും. പക്ഷെ സലീന അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. വാട്സാപ്പിൽ നമുക്ക് അയക്കേണ്ട നമ്പർ ഇപ്പോൾ അയക്കേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. 12:45 വരെ എന്നാണ് ആദ്യം പറഞ്ഞത്. 12:45 ആയിരിക്കുന്നു. അപ്പോൾ വാട്സാപ്പ് നമ്പറിലേക്ക് ഇനിയും ആരും തന്നെ മെസ്സേജ് അയക്കാതിരിക്കുക. ഇതുവരെ വരുന്ന മെസ്സേജസ് മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ നമ്പേഴ്സോ
ഓൾറെഡി അതിനകത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ, പുതിയ നമ്പേഴ്സ് ഏതെങ്കിലും പരിപാടിയുടെ അവസാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ശരി, നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് സ്വപ്ന. സ്വപ്ന, എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. ഓക്കെ സ്വപ്ന, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. വീണ്ടും ഹൗസ് വൈഫ്. ഓക്കെ ശരി. സ്വപ്ന, വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടില് ഹസ്ബൻഡ്, അമ്മ, ഒരു മോനുണ്ട്. 3 വയസ്സായി. 3 വയസ്സായ ഒരു ചട്ടമ്പി ഉണ്ട് അല്ലേ? അതെ അതെ. എങ്ങനെയാ, ഭയങ്കര കുറുമ്പനാണോ? കുറുമ്പനാണ്. ആണ്. ഇപ്പൊ അവനെ മാറ്റി നിർത്തിയിരിക്കുകയാണോ ഫോൺ അതെ ചെയ്യുമ്പോ? അതെ അതെ, അമ്മയുടെ കൂടെ നിർത്തിയിരിക്കാണ്. അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 52. 52ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ ശരി, 52 ഞാൻ തുറന്നു നോക്കാൻ പോകുന്നു. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല, ഞാൻ എല്ലാ ആഴ്ചയും വിളിക്കാറുണ്ട്, കിട്ടാറേ ഇല്ല. അപ്പൊ സ്വപ്ന ഇത്തവണ കിട്ടിയല്ലോ അല്ലേ? അതെ അതെ. അതാണ്. അപ്പൊ അതൊരു ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. അടുത്ത ആഴ്ച വീണ്ടും ഇതേപോലെ വിളിക്കണം കേട്ടോ. ഓക്കെ സ്വപ്ന, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ സ്വപ്നം വിളിച്ച് സ്വപ്നയ്ക്കും സ്വർണം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകുന്നതിന് മുൻപും വാട്സാപ്പിലെ വിന്നേഴ്സ് ആരാണെന്നൊക്കെ നോക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇപ്പം പോത്തി സ്വർണ്ണമഹലിൻ്റെ പരസ്യം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. നല്ല ഇമോഷണലായ ഒരു പരസ്യമാണ്. വെച്ചാൽ പെൺകുട്ടികളുള്ള വീട്ടിൽ എന്നും സന്തോഷവും ആനന്ദവും നിറഞ്ഞതായിരിക്കും എന്നുള്ളത് വളരെ ശരി. എപ്പോഴും ഇങ്ങനെ സംസാരവും, നമ്മൾ ഡ്രസ്സ് ഇടുന്നു, പല പല ആഭരണം ട്രൈ ഔട്ട് ചെയ്യുന്നു. ശരിക്കും എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. അപ്പോൾ ഭയങ്കര ഒരു രസം തന്നെയാണ്. അപ്പോൾ ആൺകുട്ടികളുള്ള വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ ഭയങ്കര കുസൃതിയും ബഹളമൊക്കെ ആയിരിക്കും. ഈ ആനന്ദം അങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിലൊരു പുത്രനുണ്ട്, പാച്ചു. അവനിങ്ങനെ ശരിക്കും വീട്ടിൽ പെൺപിള്ളേരുള്ള പോലെ തന്നെ കലവില 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 കലവില. പൊതുവെ ആൺകുട്ടികൾ അങ്ങനെ സംസാരിക്കാറില്ല, പ്രവർത്തിക്കാറില്ല പതിവ്. പക്ഷേ ഇവനിങ്ങനെ കലവില കലവില കലവില. അവനൊന്ന് സ്കൂളിൽ പോയിട്ട് ഞാൻ വീട്ടിലിരുന്നുണ്ടല്ലോ ഭയങ്കര മൂകതയാണ്. പക്ഷെ പൊതുവേ ഈ പറഞ്ഞത് ശരിയാണ്, പെൺകുട്ടികളുള്ള വീട്ടിലാണൊരു കലവില അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ റെഡി ആണെന്ന് തോന്നുന്നു. ആരാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അവസാന ചില നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ഒരു 1-2 സ്വർണ്ണെങ്കിലും കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളും കൂടെ വിചാരിക്കണ്ടേ? ശരി, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ജയൻ. ജയൻ, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കിളിമാനൂർന്നാണോ? ശരി ജയൻ, ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മോളെ കല്യാണം കഴിഞ്ഞു. മോളുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? ഓക്കെ. എന്റെ പഴയ ഇഷ്ടപ്പെട്ട നടന്റെ പേര് ജയനായിരുന്നോ? ജയനായിരുന്നോ ഇഷ്ടപ്പെട്ട നടൻ? നമ്മുടെ നസീറിനെ ഒക്കെ ഇഷ്ടമായിരുന്നു അല്ലേ? ഓക്കെ ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ജയൻ സർ. 13. ആഹാ, 13 ചൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഞാൻ പറയാതെ അറിയാലോ അല്ലെ എന്താന്ന്? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ജയൻ സർ ഇന്ന് 13 ചൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അതിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് അറിയില്ല, നമ്മൾ വെക്കാറൊക്കെ ഉണ്ട്. ഇന്ന് ഇന്ന് അതിൽ സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല, വീണ്ടും വിളിക്കും, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കാം. ബൈ. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് ജയനാണ്. 13 നമ്പർ പറഞ്ഞത്. പൊതുവേ എല്ലാവരും 13 പറയാൻ ഒന്നും മടിക്കും. പക്ഷേ ജയൻ സർ ധൈര്യമായിട്ട് 13 പറഞ്ഞു. ഇന്ന് അതിൽ സ്വർണ്ണം ഇല്ല, ചിലപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. അങ്ങ് വിളിച്ച് തോന്നുന്ന നമ്പർ പറയുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സുജിത. സുജിത, എവിടുന്നാ വിളിക്കുന്നത് സുജിത?
ഹൗസ് വൈഫാണ്. ആ ഹൗസ് വൈഫാണ്. എന്ത് ചെയ്യുന്നു സുജിത? കിളിമാനൂരിന്നാണ് വിളിക്കുന്നത്. ശരി, സുജിത എവിടുന്നാ വിളിക്കുന്നതെന്നാ ഞാൻ ചോദിച്ചേ? പാലക്കാട്. പാലക്കാടുന്നാ വിളിക്കുന്നത്. ശരി, പാലക്കാട് നിന്ന് സുജിത വീണ്ടും ഹൗസ് വൈഫ് തന്നെ. ഓക്കെ, ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, 2 പിള്ളേര്. 2 പിള്ളേര്. അപ്പൊ ഇത്രയും പേരുണ്ടായിട്ട് ഒരു ബഹളവും കേൾക്കണല്ലോ. മാറി നിന്ന് സംസാരിക്കാണോ? മാറുന്ന സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ സുജിത ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 20 പറഞ്ഞിരിക്കുന്ന നമ്പർ. ഓക്കെ, 20ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടാവുമോ സുജിത? ശരി, സുജിതയ്ക്ക് എങ്ങനെയാ? 2 പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? ആണും പെണ്ണും ആണോ? ഒരാണും ഒരു പെണ്ണും. ഒരാണും ഒരു പെണ്ണും. ഓക്കെ, നൈസ്. അപ്പൊ 20 നമുക്ക് നോക്കാം. തുറക്കട്ടെ ഞാനോ? നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ സുജിത. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ? ആരാ അത് പറയണേ അപ്പുറത്തെ സുജിത? അത് കുട്ടി. മോളാണോ പറയണേ? അല്ലല്ല, മോനാണ് പറയണേ അല്ലേ? അപ്പൊ മോന്റെ അടുത്ത് പറയൂ വേറൊരു നമ്പർ. അവനാണെങ്കിൽ ഏത് നമ്പർ എടുക്കുമായിരുന്നോ? അതെ, വേറെ നമ്പർ പറയാലേ. അയ്യോ, നമ്മൾ തുറന്നു നോക്കില്ല, വെറുതെ പറഞ്ഞോളൂ. അവസാനം നമുക്ക് തുറന്നു നോക്കാം. പറഞ്ഞോളൂ. 14. ശരി, അപ്പൊ 14 നമുക്ക് ഉണ്ടോന്ന് നോക്കാം. ഇനി ഉണ്ടെങ്കിലും കിട്ടില്ല കേട്ടോ. നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി നോക്കുന്നേ ഉള്ളൂ. മോൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു നമുക്ക് നോക്കാലോ. ശരി, അപ്പൊ ഏറ്റവും അവസാനം എപ്പിസോഡിന്റെ അവസാനം വരെ കാണാം. നമ്മൾ വാട്സാപ്പ് വിന്നേഴ്സിനെയൊക്കെ അനൗൺസ് ചെയ്തതിന് ശേഷം 14 സ്വർണ്ണം ഉണ്ടോന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എത്തി ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അങ്ങ് വെക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മോനോടിരുന്ന് കാണാൻ പറയണം. ഓക്കെ, ശരി, ബൈ. ഇതാണ് പറയണേ. നമുക്ക് നോക്കാം 14 സ്വർണ്ണം ഉണ്ടായിരുന്നോ നോക്കാം. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണ മഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്താ പേര്? മായ. എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലത്ത്. ശരി. മായ ഹൗസ് വൈഫ് ആണോ? ഓക്കെ, ശരി. അപ്പൊ മായ, ആരൊക്കെയുണ്ട് വീട്ടില്? 2 മക്കളും അമ്മയും 2 മക്കളും ഉണ്ട്. ശരി, അപ്പൊ മായ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 25 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മായ, 25-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ മായ. അയ്യോ മായ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല കേട്ടോ മായ, നിരാശപ്പെടരുത്. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കോ? മായ വിളിക്കില്ലേ? ഓക്കെ, നോ പ്രോബ്ലം. മായ വീണ്ടും വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ധാരാളം വീണ്ടും വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം മുതലേ കാത്തിരുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ വാട്സാപ്പ് അയച്ചവർ തീർച്ചയായിട്ടും കാത്തിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് വാട്സാപ്പ് വിന്നേഴ്സ്. വാട്സാപ്പ് വഴി സ്വർണ്ണം ഇരിക്കുന്ന നമ്പേഴ്സ് കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കോൾസിലൊന്നും പെടാത്ത ഒരു നമ്പർ. അങ്ങനെ 2 പേരാണ് 2 നമ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഹെലൻ SJ, കല്ലയം എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വാട്സാപ്പ് ചെയ്ത് ഹെലൻ SJ ആണ്. ഹെലൻ പറഞ്ഞിരിക്കുന്ന നമ്പർ 51 എന്ന നമ്പറാണ്. കണ്ടോ, 52 പറഞ്ഞു, 53 പറഞ്ഞു, 51 മാത്രം പറഞ്ഞിട്ടില്ല. 51-ൽ സ്വർണ്ണം നമുക്കൊന്ന് വെരിഫൈ ചെയ്തേക്കാം. 51-ൻ്റെ ഉള്ളിൽ നമ്മുടെ ഹെലൻ SJ കാത്തതാ സ്വർണ്ണം ഇരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഹെലൻ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഹെലൻ കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരാളും കൂടി നമുക്ക് വാട്സാപ്പിൽ നമ്പർ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നിന്നുള്ള ലേഖയാണ്. 39 ലേഖ പറഞ്ഞിരിക്കുന്നത്. 39-ൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലേഖ പാലക്കാട് നിന്ന് ഒരുപാട് പേര് വിളിച്ചെങ്കിലും 39 പറഞ്ഞില്ല. കണ്ടോ, 38 പറഞ്ഞു, 40 പറഞ്ഞു, പക്ഷെ 39 പറഞ്ഞില്ല. 39 നമ്മുടെ ലേഖ വിളിച്ച് കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞാൽ ലേഖയ്ക്ക് സ്വർണ്ണമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ലേഖ. അപ്പോൾ ലേഖ കൺഗ്രാറ്റുലേഷൻസ്, ഇന്ന് അടിച്ചു പൊളിക്കുക. അപ്പോൾ ലേഖ ആൻഡ് ഹെലൻ SJ. ഇനി നമുക്ക് നമ്മുടെ സുജിതയുടെ മകൻ പറഞ്ഞ നമ്പർ 14 അതിലുണ്ടോ എന്ന് നമുക്ക് നോക്കിയേക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാൻ പറ്റില്ല, കാരണം ഗെയിം ഇസ് ഓവർ. പക്ഷെ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 14 എവിടെ ഇരിക്കുന്നു? 14 അതായിരിക്കുന്നു. 14-ൻ്റെ ഉള്ളിൽ 14 ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ സ്വർണം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 14 നമ്മൾ തുറക്കാൻ പോവാണ്. ദൈവമേ, കിട്ടിയേനെ സുജിത. ഷോ, എനിക്കറിയാം ഇപ്പം അവിടെ എന്താണ് പറയുന്നതെന്ന്. ദൈവമേ, നിനക്കിത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? നമുക്കെന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞ ദാസ അല്ലേ?
സാരമില്ല സുജിത, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാൻ ഒരു പ്രചോദനമാവട്ടെ. ഓക്കെ, വളരെ അടുത്ത് വന്നിട്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. 4 വിന്നേഴ്സാണ് നമുക്കിന്നുണ്ടായിരുന്നത്. 2 കോളിലൂടെയും 2 വാട്സാപ്പിലൂടെയും. കറക്റ്റ്, കൊള്ളാം, നല്ലൊരു ബാലൻസ് ആയിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങളെത്തും ധാരാളം സ്വർണവുമായി. നിങ്ങളും ഞങ്ങളെ വിളിക്കുക. ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ദിസ് ഇസ് ദീപ സൈനിങ് ഓഫ് ഫ്രം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.